ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. കുടുംബസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള മണികണ്ഠ അഭിനയിച്ച പടം അവിടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുക്കുന്നത് കലഗ്നർ TV എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിന്റെ തമിഴ് ട്രെയിലറിന്റെ ലോഞ്ചിന് കാർത്തിയാണ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ 6 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രീ റിലീസ് ഇവന്റ് നടക്കുന്നുണ്ട് 2-ാം തീയതി, എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ അതിൽ ഗസ്റ്റ് ആയിട്ട് അല്ലു അർജുനാണ് വരുന്നത്. പുഷ്പരാജ് ഫോർ തണ്ടൽ രാജു എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ള ഒരു ടാഗ്. പിന്നെ മസാക്ക എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് അൻഷുവിന്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ ഷൂവിന്റെ പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ആളുടെ അതിലത്തെ പേര് യശോദ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു, ബാച്ചിലെ സാന്ത് എന്ന് പറഞ്ഞിട്ട്. അത് 4 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. സജിൻ ബാബു അഭിനയിക്കുന്ന പടമാണ്. പിന്നെ ദിനസാരി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഖാലിദ് റഹ്മാൻ അടുത്തതായിട്ട് 2 ചെറുപ്പക്കാരെ വെച്ചിട്ടാണ് പടം എടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭരംഗനാഥ് അഭിനയിക്കുന്ന പടം അവിടത്തിന്റെ സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവിടുത്തെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മേരെ ഹസ്ബൻഡ് കി ബീവി എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് ഫെബ്രുവരി 21-ാം തീയതി റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ അസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഷാമിന്റെ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡബ്ബ കാറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിന്റെ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി 28-ാം തീയതിയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ദ സാൻഡ്മാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫൈനൽ സീസൺ വരാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ, അത് ഈ വർഷം തന്നെ ഉണ്ടാവും എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ തമിഴ് സിനിമ ട്രേഡ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ബുക്ക് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ബുക്കിലത്തെ കവർ പേജ് ആയിട്ട് ട്രെയിൻ എന്ന് പറഞ്ഞ വിജയ് സേതുപതിയുടെ വരാൻ പോകുന്ന പടത്തിന്റെ പോസ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടം മാർച്ച് 14-ാം തീയതി പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ 3 ആൾക്കാരുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കണ്ണപ്പൻ എന്ന് പറഞ്ഞിടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രഭാസ് അഭിനയിച്ചിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ പോവാണ് ഈ ഫെബ്രുവരി 3-ാം തീയതി, അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ മധു സി നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിൽ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. ഫീമെയിൽ ആക്ടറിനെയാണ് തേടുന്നത് 20-നും 25-നും ഇടയിലുള്ള ആളിനായിട്ട്. കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം ആളെടുക്കാൻ പോകുന്ന പടത്തിലേക്കാണ്. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ പടത്തിലത്തെ മനമേ കലോളം എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിന്റെ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു, റാസ റാസ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് 1.5 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബേബി ആൻഡ് ബേബി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ട് ഈ പടം ഫെബ്രുവരി 14-ാം തീയതിയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 25-ാം തീയതി റിലീസ് ആവുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, മിക്കവാറും പടത്തിന്റെ കൺഫർമേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടത്തിന്റെ 90 ദിവസത്തെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞിരിക്കണം. ഇനി 2 ആഴ്ചയോളം പെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് ബാംഗ്ലൂരിൽ. എന്തായാലും ഈ പടം മെയ് 16-നാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാൻ കൺഫേം ചെയ്തിട്ടുണ്ട് റൊമാൻസിന്റെ ട്രെയിലർ ലോഞ്ച് വെച്ചിട്ട്. പിന്നെ സജിൻ ഗോപുവിനെ വെച്ചിട്ട് ടിനു പാപ്പച്ച അടുത്തായിട്ട് പടം എടുക്കേണ്ടത് എന്നുള്ളത് സജിൻ ഗോപു ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ LT എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു, അത് 13 million+ വ്യൂസ് കഴിഞ്ഞു. പിന്നെ ഇഡ്ലി കടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ടറിന് 4-ാമത്തെ പടം ധനുഷനാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ അരുൺ വിജയ് ഉണ്ട് എന്നുള്ള കൺഫേം ചെയ്തുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ ഇട്ടുണ്ട്. ഏപ്രിൽ 10-ാം തീയതിയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. എന്തായാലും അരുൺ വിജയും ധനുഷും കൂടി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അരുൺ വിജയ് ഒരു ബോക്സിംഗിന്റെ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, ആളുടെ മാസ്റ്ററായ രീതിയിലാണ് ധനുഷ് നിൽക്കുന്നത്. പിന്നെ റൊമാൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് നല്ല പടമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ല പടമായി വരട്ടെ. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുത്ത രാംചന്ദ്ര പടം ആ പടത്തിന്റെ OTT റിലീസ് ഫെബ്രുവരി 14-ാം തീയതി ഇരിക്കുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും അത് കൺഫേം ആയിട്ടില്ലെങ്കിലും മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ OTT റിലീസ് കൺഫേം ആയിട്ടുണ്ട്, അത് ഫെബ്രുവരി 14-ാം തീയതിയാണ് സോണി ലിവിലൂടെ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞാൽ 4 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 31-ാം തീയതി മിക്കവാറും OTT റിലീസ് ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്, കാരണം 31-ാം തീയതിയാണ് അതിന്റെ കന്നഡ റിലീസ് വന്നിട്ടുള്ളത്. പിന്നെ വാഴ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം ലാസ്റ്റിലോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റിലോ അടുത്ത മാസം ഫസ്റ്റിലോ ആയിട്ട് തുടങ്ങുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായിട്ട്. പിന്നെ കമലാസ് ഒരു ഡിഫറെന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, ആൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് സ്ക്രിപ്റ്റാണെന്നുള്ള അറിയില്ല, അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഭാവിയിൽ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഫൗജി എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രഭാസിനെ വെച്ചിട്ട് അനുരാഗ കൂടി എടുക്കുന്ന പടമാണ്. ആ പടം 1940-ൽ ഒരു യോദ്ധാവിന്റെ കഥയായിരിക്കും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും അതിന്റെ എന്തെങ്കിലുമൊക്കെ വരട്ടെ അപ്പം അറിയാം. പിന്നെ വിടാമുറിച്ച് എന്ന് പറഞ്ഞ പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് UBARA സർട്ടിഫിക്കറ്റാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 2 മണിക്കൂർ 34 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പടത്തിന്റെ 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ എപ്പിക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് നാളെ രാവിലെ 10 മണി മുതൽ തുടങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന പടത്തിന്റെ ട്രെയിലർ ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. പിന്നെ ഡൊമിനിക് ആൻഡ് ലേഡീസ് സ്പേസ് എന്ന പടത്തിന്റെ സക്സസ് ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഇനി അടുത്ത പടം ജിതിൻ K. ജോസ് എടുത്ത പടമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പടം മിക്കവാറും നിതീഷ് സഹദേവ് എടുക്കുന്ന പടമായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഫാലിം എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രൊഡക്ഷൻ നമ്പർ 8 അപ്പോൾ മിക്കവാറും ഇതായിരിക്കും. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ എടുക്കാം. ഒരു മാസ് പടമായിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ തലവതി വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് 75 കോടിക്ക് വിറ്റുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫാൾസ് വില്യംസ് ആണ് എടുത്തിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഗംഭീർ റിലീസിന് തന്നെയാണ് അവിടെ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.